ഈ ഗ്രാമത്തിലെ വീടുകളിലുള്ള ആർക്കും കക്കൂസില്ല. അവർക്ക് വീട് വെച്ച് നൽകിയിട്ടില്ല, വെള്ളമില്ല, സൗകര്യമില്ല. എന്തൊരവസ്ഥയാണിത്? കഴിഞ്ഞ 11 വർഷമായിട്ട് ആളുകൾക്ക് ശൗചാലയം കൊടുക്കുന്നു എന്ന് പറയുന്ന പ്രധാനമന്ത്രി നമുക്കുണ്ട്. വികസനമാണ് ബീഹാർ ആകെ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും അതിന്റെ പാർട്ടിയും ഇവിടെയുണ്ട്. നോക്കു വത്താതെ ഇതുവഴി നടക്കാൻ കഴിയില്ല. ദിഖാവോ ആജാ. ഇവരുടെ അതായത് 2025 നമ്മുടെ ബീഹാറിലെ ചാന്ദിനി ദേവി എന്ന നമ്മുടെ സഹോദരി എവിടെയാണ് കക്കൂസിൽ പോകുന്നത് എന്നുള്ളത് അവർ തന്നെ നമ്മുടെ കൂടെ വന്ന് കാണിച്ചു തരികയാണ്. കഴിഞ്ഞ 11 വർഷമായിട്ട് ആളുകൾക്ക് ശൗചാലയം കൊടുക്കുന്നു എന്ന് പറയുന്ന പ്രധാനമന്ത്രി നമുക്കുണ്ട്. വികസനമാണ് ബീഹാർ ആകെ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും അതിന്റെ പാർട്ടിയും ഇവിടെയുണ്ട്. നോക്കു വത്താതെ ഇതുവഴി നടക്കാൻ കഴിയില്ല. ചാദ്രിജി ഇതറിയേ सुबह कितना बजे? 3 बजे 4 बजे आते हैं, आदमी जाते हैं। आदमी आवाजमन है तो देखेगा तो लाज औरत जात के लगेगी कि ना, बेटी बहू के लाज लगेगा ना जी। പുലർച്ചയ്ക്ക് 3 മണിക്കും 4 മണിക്കും എണീറ്റ് കക്കൂസിൽ പോകാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് പുലർച്ചയ്ക്ക് 4 മണിക്കോ അല്ലെങ്കിൽ 3 മണിക്കോ എണീറ്റ് जा रहे हैं रोड पर, देखिए शौचालय इनके यहाँ है। शौचालय नहीं है। चलिए अपना सरकार घूस खाता है, ले जाता है, पास कर देता है झूठो मूठो। कन्ने कुछ दिया था सरकार, कुछ नहीं दिए थे। ഈ ഒരു ദുരന്തവും ദുരിതവും ആലോചിച്ച് നോക്കെ. പുലർച്ചയ്ക്ക് 3 മണിക്കും 4 മണിക്കും എണീച്ചിട്ട് നമ്മുടെ കുഞ്ഞു മക്കൾക്കും ഈ അമ്മമാർക്കൊക്കെ ഈ വഴിയിൽ വന്നിരിക്കേണ്ട ഒരവസ്ഥ. വെളിച്ചം വന്നു കഴിഞ്ഞാലേ ആളുകൾ ഈ വഴി കൂടെ നടക്കും. ആ സമയത്ത് പോവാൻ പറ്റൂല. आपका घर में शौचालय है? कहाँ शौचालय रहते तो रोड पर गंदगी रहता है। तेजस्वी सरकार बने, हाँ तेजस्वी सरकार आने के बाद वो पूरा हाँ गरीबी दूर हो जाएगा। തേജസ്വി വന്നാൽ പാവപ്പെട്ട മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് രാജേഷ് പറയുന്നുണ്ട്. ഇതാ ഈ വഴിയിലെ ഇതാ നിങ്ങൾ ഈ കാണുന്ന റോഡിലെ ആ റോഡിലൂടെ ഞങ്ങൾ ഇങ്ങനെ ആരയിലേക്ക് പോവുമായിരുന്നു. പോകുന്ന വഴിയിൽ ഇവിടെ എത്തിയപ്പോൾ അതിരൂക്ഷമായിട്ടുള്ള മണം, സഹിക്കാൻ പറ്റാത്ത മണം. 2 ഭാഗത്തും ആളുകൾ രാവിലെ തന്നെ പോയതാണെന്ന് തോന്നുന്നു. ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ ദൂരം. അതുകൊണ്ടാണ് ഇവിടെ നിർത്തി ഇവരോട് സംസാരിച്ചത്. ഈ ഗ്രാമത്തിലെ വീടുകളിലുള്ള ആർക്കും കക്കൂസില്ല. അവർക്ക് വീട് വെച്ച് നൽകിയിട്ടില്ല, വെള്ളമില്ല, സൗകര്യമില്ല. എന്തൊരവസ്ഥയാണിത്? ഈ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ മനുഷ്യര് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അവർക്ക് ആഗ്രഹമുണ്ട്, പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ സാധ്യമാകുമോ ഇല്ലയോ എന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം.